ലാവയുടെ ലാവ അഗ്നി 3 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 21,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ അഗ്നി 3 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ലാവ അഗ്നി 3യിൽ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരുന്നുണ്ട്. 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ 1.5K റെസൊല്യൂഷൻ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 10 ബിറ്റ് ഡിസ്പ്ലേ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. ഏകദേശം 90.46% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1200 നിറ്റ്സ് ആണ്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ രണ്ടാമത് ഒരു ഡിസ്പ്ലേ കൂടി വരുന്നുണ്ട്. ഫോണിന്റെ ബാക്കിൽ ക്യാമറ മോഡ്യൂളിന്റെ സൈഡിലായിട്ട് 1.74 ഇഞ്ചിന്റെ ഒരു AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിന്റെ റെസൊല്യൂഷൻ വരുന്നത് 336x480 ആണ്. പിന്നെ ഈ ഒരു ചെറിയ ഡിസ്പ്ലേയിൽ കോൾസ് വരുന്നതൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ മെസ്സേജസ് ഒക്കെ കാണാം. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ക്യാമറയുടെ വ്യൂ ഫൈൻഡർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ബാക്ക് ക്യാമറ വെച്ചിട്ട് തന്നെ സെൽഫി ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ മ്യൂസിക് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു സെക്കൻഡ് ഡിസ്പ്ലേ വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇപ്പം മെയിൻ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 1.5K റെസൊല്യൂഷനും കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. അപ്പം അത് കൂടാതെ ഒരു സെക്കൻഡറി ഡിസ്പ്ലേയും വരുന്നുണ്ട്. മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാം. പിന്നെ ഒരു ആക്ഷൻ ബട്ടൺ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് സൈഡിൽ ഒരു ബട്ടൺ വരുന്നുണ്ട്. അതിലോട്ട് നമുക്ക് പല ഫംഗ്ഷൻസും അസൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ ടോർച്ച് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. സ്ക്രീൻഷോട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ പല ഫംഗ്ഷൻസും ഇതിലോട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം iPhone 16 സീരീസിലൊക്കെ ഇതുപോലെ ഒരു ആക്ഷൻ ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരു ബട്ടൺ ഇതിലും വരുന്നുണ്ട്. അപ്പം അതും എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ തന്നെ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 212 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.8 mm ആണ്. ഗ്ലാസ് ബാക്ക് ബോർഡിങ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. IP64 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിന്റെ ഹീറ്റർ ഗ്ലാസ് അതുപോലെ തന്നെ പ്രിസ്റ്റീൻ ഗ്ലാസ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300X എന്നുള്ള പ്രോസസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസർ തന്നെയാണ്. പിന്നെ ഈ ഒരു പ്രോസസർ എന്ന് പറയുന്നത് MediaTek Dimensity 7300 എന്ന പ്രോസസറിന്റെ ഡ്യുവൽ ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെർഷനാണ്. അതാണ് ഈ ഒരു X ലാസ്റ്റിൽ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസർ ആണോ എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസറൊക്കെ തന്നെയാണ്. അപ്പം ഒരു സെക്കൻഡ് ഡിസ്പ്ലേ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് പ്രോസസറിന്റെ കാര്യത്തിൽ ഭയങ്കര വലിയ കോംപ്രമൈസുകളൊന്നും വരുത്തിയിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസറൊക്കെ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 14ഓളം 5G ബാൻഡ്സ് ഇതിൽ വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലും ആണ് വരുന്നത്. 8GB റാമും 256GB ഇന്റേണലും ആയിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5ന്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടില്ല. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫോൺ വെട്ടന്നിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് VC കൂളിംഗ് സിസ്റ്റം ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. Wi-Fi 6യുടെ സപ്പോർട്ടും Bluetooth 5.4ന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഇതിൽ കൊടുത്തിട്ടില്ല. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 8 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 112 ഡിഗ്രിയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൂന്നാമത് ഇതിൽ 8 മെഗാ ഒരു ടെലിഫോട്ടോ ലെൻസ് ആണ് വരുന്നത്. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൊതുവെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ നമുക്ക് ടെലിഫോട്ടോ ലെൻസ് കിട്ടാറില്ല. പക്ഷെ ഇതിൽ വരുന്നുണ്ട്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഓൺ പേപ്പർ മികച്ച ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അത് പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനെ പറ്റിയിട്ട് മാത്രമാണ് പറയുന്നത്. നമ്മൾ ക്യാമറ ടെസ്റ്റിംഗ് ഒന്നും നടത്തിയിട്ടില്ല. എന്തായാലും ഇതിൽ മികച്ച ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്.
66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. അത് നല്ലൊരു ചാർജിങ് സ്പീഡ് തന്നെയാണ്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 20,999 രൂപയാണ്. പക്ഷെ ഈ ഒരു വെർഷനിൽ ഫോണിന്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല. ഇനി ചാർജർ ഉള്ള വെർഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ വില വരുന്നത് 22,999 രൂപയാണ്. അപ്പൊ ചാർജർ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 2000 രൂപ വരുന്നുണ്ട്. പിന്നെ 8GB റാം 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൽ ചാർജർ ഉണ്ട്. ഇതിന്റെ വില വരുന്നത് 24,999 രൂപയാണ്. പിന്നെ ഒക്ടോബർ 9 മുതലാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോൺ വഴിയാണ് ഫോണിന്റെ സെയിൽ നടക്കുന്നത്. പിന്നെ ചാർജർ ഇല്ലാത്ത വെർഷന് 1000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ഇനീഷ്യലി ലഭിക്കുന്നതായിരിക്കും. ചാർജർ ഉള്ള വെർഷൻസിന് 2000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ബാങ്ക് ഓഫേഴ്സ് ആണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. എടുത്തു പറയേണ്ട പല ഫീച്ചേഴ്സും വരുന്നുണ്ട്. 1.5K റെസൊല്യൂഷനും കേർവ്ഡ് ഡിസ്പ്ലേയും അതുപോലെ തന്നെ സെക്കൻഡറി ഡിസ്പ്ലേയും ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത് വിചാരിച്ചിട്ട് ബാക്കി ഫീച്ചേഴ്സിൽ വലിയ കോംപ്രമൈസ് ഒന്നും വരുത്തിയിട്ടില്ല. ഓൺ പേപ്പർ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫീച്ചേഴ്സും നല്ല ഫീച്ചേഴ്സ് തന്നെയാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെക്കൻഡറി ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ടെലിഫോട്ടോ ലെൻസിൽ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാം. പക്ഷേ അത് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ക്യാമറ റിസൾട്ട്സ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം ക്യാമറയുടെ കാര്യത്തിൽ ഒരു കൺക്ലൂഷനിൽ എത്തുക. എന്തായാലും സെക്കൻഡറി ഡിസ്പ്ലേക്കുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോണാണിത്. ബാക്കി ഫീച്ചേഴ്സും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ഇത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.